ഹായ്. അപ്പോൾ നമ്മൾ ഡിസംബർ മാസത്തെ ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ എവിടെ വരെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ഒരുക്കത്തിൻ്റെ ഇതായിട്ട് ഞാനും ചേട്ടനും കൂടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയപ്പോൾ ഇതിന് ഞാൻ റേറ്റ് ചോദിച്ചപ്പോൾ 250-300 ആ റേഞ്ച് കണ്ടേ. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, നമ്മൾ കുറഞ്ഞ ചിലവിൽ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമ്മുടെ വീട്ടിലെ സാധനം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കണ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നേക്കണേ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് മേക്ക് ചെയ്യണ വീഡിയോയിലേക്ക് എങ്ങനെയാണ് പോവാം നമുക്ക്. അപ്പോൾ നമ്മളത് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഒരു പൈപ്പാണ് എടുത്തതാണ്. ഒരു പഴയ പൈപ്പാണ് നമ്മൾ വീട്ടിൽ കിടന്നത്. അത് രണ്ടും യോജിപ്പിക്കലാണ് ഫസ്റ്റത്തെ കടമ എന്ന് പറയുന്നത്. അത് യോജിപ്പിക്കാൻ കുറച്ച് പാടായിരുന്നു, പശുകൊണ്ട് ഒട്ടിയില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ജസ്റ്റ് ഒന്ന് കെട്ടിക്കും വെച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ റൗണ്ടാക്കി. ഈ റൗണ്ടിൽ നമ്മുടെ പച്ച ക്രേപ്പ് പേപ്പർ കൊണ്ട് ഫുള്ളും ചുറ്റി. ഈ ഫുള്ളും ചുറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റേ ഇതിൻ്റെ ഇടയിൽ കൂടെ എങ്ങാനും നമ്മുടെ പൈപ്പിൻ്റെ കളർ കാണണ്ടാലോ എന്ന് കരുതിയിട്ടാട്ടോ ഞാൻ പച്ച കൊണ്ട് ക്രേപ്പ് പേപ്പർ കൊണ്ട് കവർ ചെയ്തത്. അത് കഴിഞ്ഞത് റെഡ് ക്ലോത്ത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ആ റെഡ് ക്ലോത്ത് നമ്മുടെ ഈ പൈപ്പിൻ്റെ, അതായത് റൗണ്ടിൻ്റെ ഒരു സൈഡ് ഫുള്ളും ചുറ്റാന്ന് കരുതി ഇതുപോലെ നമ്മൾ ചുറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇതിൻ്റെ മെയിൻ സാധനം. ഇതിന് ഞാൻ പറയുന്നത് ഗിൽറ്റ് മാല എന്നാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ഗിൽറ്റ് മാല നമ്മുടെ റെഡ് കളറിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഫുള്ളായിട്ട് ചുറ്റണം. ഈ ചുറ്റൽ ശരിക്കും ടാസ്ക് ആയിരുന്നേ. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുമ്പോഴും എനിക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാനൊരു കണ്ടൊരു അനുഭവം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ ഞാനും വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ക്രിസ്മസ് സാധനങ്ങൾ വീട്ടിൽ ഉണ്ടാക്കാറുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ പച്ച കളറ് ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചുറ്റി നമ്മുടെ ഏകദേശം തീർന്നു. അപ്പോൾ നമ്മുടെ ഇത് കഴിഞ്ഞ് നമ്മുടെ ഡെക്കറേഷനാണ് ഇതായിട്ടുള്ളത്. അപ്പോൾ ഞാൻ നമ്മുടെ കടയിൽ പോയപ്പോൾ ഒരു പാക്കറ്റ് ഇത് വാങ്ങിച്ചായിരുന്നേ. ഇതിന് ഈ പാക്കറ്റ് 150 രൂപയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുണ്ടോ എന്ന് നോക്കിയിട്ട് അതിൽ നമുക്ക് സെറ്റാക്കാവേ. അപ്പോൾ ഇതിന് ഈ 150 രൂപ കിറ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ ആഗ്രഹമുള്ള ഒരു കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാമേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു മണി കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നോക്കിയപ്പോൾ എങ്ങനെയുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അത് നടുക്ക് സെൻറ്ററിൽ വെച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്താലോ. അപ്പോൾ അങ്ങനെ ഫിക്സ് ചെയ്യാം. പിന്നെ അടുത്തത് ഇത് ഒരു പാക്കറ്റ് ഞാൻ വാങ്ങിച്ചതാട്ടോ, ഒരു ഉണ്ട. നല്ല രസമില്ലേ, ഞാനത് വെച്ചപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ വെക്കാമെന്ന് കരുതി. പിന്നെ നെക്സ്റ്റ് നമ്മുടെ മേറി ക്രിസ്മസ് നമ്മുടെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വയ്ക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അതായത് ഞാൻ കണ്ടത്, എൻ്റെ മൈൻഡിലുണ്ടായത്, ഞാൻ കണ്ടതൊക്കെ ഇത് തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ് വന്നേക്കുന്നത് ഇതും 150 രൂപയുടെ പാക്കറ്റ് ഞാൻ കാണിച്ചില്ല, അതിലുണ്ടായതാണ്. ഈ മുത്തിന് ഈ 2 രൂപ, ഇതിന് 30 രൂപ. ബാക്കി ഇതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ സാധനം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതുപോലത്തെ ക്രിസ്മസ് സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ വേറെ ഉണ്ടാക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിൽ കാണുമ്പോൾ ടാറ്റാ.